ഹലോ ഗൈസ്, വെൽക്കം ബാക്സ് ആൻഡ് ആഫ്റ്റർ ലോങ് ടൈം ഗൈസ്. അങ്ങനെ കുറേ നാളത്തെ ശേഷത്തിനാണ് നിങ്ങളെന്നെ കാണുന്നത്. ഇത്ര ദിവസം കുറച്ച് ബിസിയായിരുന്നു ഗൈസ്, അതാണ് വീഡിയോ ഒക്കെ ഇടാൻ വൈകിയത്. ഇപ്പോൾ ഞാൻ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേര് FC മൊബൈൽ ഗൈസ്. ഇത് എല്ലാവർക്കും അറിയും ഗൈസ്, കാരണം ഇത് ഫേമസ് ഒരു ഫുട്ബോൾ ഗെയിമാണ്. ഈ ഫുട്ബോളൊക്കെ വേൾഡിൻ്റെ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക ഗൈസ്, ഇത് ഞാൻ കുറച്ച് കളിച്ചായിരുന്നു, പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ഇത് ഞാൻ ഫണ്ണി വേണ്ടി കളിച്ചത്. ഞാൻ വിചാരിച്ചു ഇതിനു വേണ്ടി ഞാൻ വീണ്ടും സീരീസ് ഒക്കെ തുടങ്ങാൻ ഇതിൽ തന്നെ അങ്ങ് കൊണ്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇത് കുറേ പണിയുണ്ട്. ഇത് ഞാൻ കുറേ റൈൻഡ് ചെയ്തിരുന്നു ഗൈസ്. ഒരു 2 വീക്കൊക്കെ ചെയ്ത് ഞാൻ പറ്റിയിട്ട് എനിക്ക് ഫസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന കാണിച്ചു തരാം ഗൈസ്. ഇത് നമ്മളെ ടീമാണ് ആയിട്ടാ. ഇൻസ്റ്റാൾ ചെയ്തപ്പാട് ഇതൊന്നും കിട്ടത്തില്ല ഗൈസ്. ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇല്ലേ എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. പണ്ട് ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ കിട്ടി. ഇതെടുക്കട്ടെ, ബ്രൂണോ ഫെർണാണ്ടസ്. ഈ ടീം ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോഴായ ടീം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇനി ഈ ന്യൂനോ മെൻഡസിനെ റീച്ച് ഓക്കെ അവിടെ വെച്ചു ഞാൻ ഇതൊന്നൊക്കെ മുഴുവൻ സെറ്റ് ചെയ്ത് കാണിക്കാം ഗൈസ്. ഇങ്ങനെയാണ് ഏകദേശം ഉണ്ടായിരുന്നത്. റൈറ്റ് വിങ്ങും റൈറ്റ് ബാക്കും വേറെയായിരുന്നു, അതെന്തെയ്യുന്നു ഇപ്പോൾ ഇല്ല. ഇനി ആയിട്ട് ഒരു പ്ലെയറിനെയും കൂടി ഇവിടെ മാറ്റണം. ഓക്കെ, ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായി ഗൈസ് ഉണ്ടായത്. ഇതിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വേണം ഗൈസ് ഇത്ര ലെവലൊക്കെ എത്തിക്കാൻ. ഇപ്പം എൻ്റെ ടീം ഞാൻ എനിക്ക് കാണിച്ചു തരാം ഗൈസ്. ആദ്യം തന്നെ സ്ട്രൈക്കറായിട്ട് എംബാപ്പെ, അല്ല ഇതല്ല എൻ്റെ ഇത് ഗൈസ്, മെയിൻ ടീം. യെസ് ഗൈസ്, ഇത് നോക്കൂ. സ്ട്രൈക്കറിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗൈസ്, 117 ക്രിസ്ത്യാനോ റൊണാൾഡോ. പിന്നെ സെക്കൻഡ് സ്ട്രൈക്കർ എംബാപ്പെ ഗൈസ്, 120. പിന്നെ ഡാനി ഓൾമോ 115 CAM. പിന്നെ 113 CM ഫാബിയൻ റൂയിസ്. പിന്നെ റുബൻ നെവസ് 116 CM ഗൈസ്. പിന്നെ സ്റ്റില്ലർ CDM 115. പിന്നെ ഇത് 115 LB. പിന്നെ ഇത് 114 CB. ഇത് 116 CB. ഇത് 118 റൈറ്റ് വിങ് ഗൈസ്. ഇത് 116 GK ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ടീം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. എംബാപ്പെ ഉണ്ടായിരുന്നില്ല. സോറി എംബാപ്പെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വേറെ ഏതോ റൊണാൾഡോ വരുന്നുണ്ടായത്. അത്ര പ്ലെയറിനെ വെച്ച് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചു ഗൈസ്. കണ്ടോ, ഇതാണ് എൻ്റെ മെയിൻ ടീം. ഈ പ്ലെയറൊക്കെ കിട്ടാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഇതിൽ കുറേ പ്ലെയർ ഡ്രാഫ്റ്റിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് മാച്ച് കളിക്കാം ഗൈസ്. ഇത് ഡ്രാഫ്റ്റ് കാണിച്ചു തരാം ഗൈസ്. ഡ്രാഫ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഫുട്ബോൾ ഗെയിമാണ്. ഇതിൽ ന്യൂ പ്ലെയറിനെ എടുത്തു. ഇതാണ് ഡ്രാഫ്റ്റ് ഗൈസ്. ഇതിലാണ് പ്ലെയറിനൊക്കെ കിട്ടുന്നത്. ഇതിൽ മാത്രമല്ല, പിന്നെ കുറേ ടാസ്കൊക്കെ ചെയ്താൽ കിട്ടും. എന്തായാലും ഇപ്പോൾ ഞാൻ എല്ലാം ഓരോരോ എപ്പിസോഡ് ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഞാൻ തുടങ്ങി ഇത്ര വെച്ചുകൊണ്ട് ഇനി വീണ്ടും ഒക്കെ നല്ല പാടാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇത്ര വലിയ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറേ ആൾക്ക് അറിയായിരിക്കും, അതുകൊണ്ട് ഇത്ര വലിയ കാണിക്കുന്നത്. ഈ ഒരു ലെവലിലെത്തിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാമല്ലോ. ഡിവിഷൻ റിവൽസിൽ ഹെഡ് ടു ഹെഡ് സിസ് അറ്റാക്ക് ഇതിൽ ഹെഡ് ടു ഹെഡ് കളിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, ഫസ്റ്റ് തന്നെ വന്നതല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു മാച്ച് തന്നെ കളിക്കാം ഗൈസ്. ദ വേൾഡ്സ് ഗെയിം. യെസ്, ഇതിൽ കളിക്കാം. ഇപ്പോൾ ഇന്നൊരു അപ്ഡേറ്റ് വന്നായിരുന്നു, സമ്മർ അപ്ഡേറ്റ്. ഇത് സമ്മർ അപ്ഡേറ്റിന് മുമ്പുണ്ടായതാ ദ വേൾഡ്സ് ഗെയിം. ഇവിടെ എനിക്ക് 119 അലക്സിനെ കിട്ടിയിരുന്നു. ഇതിൽ കളിക്കൽ
ഇത് ക്ലബ്ബ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇടത്തുള്ളൂ, അത് ഉറപ്പാണ് ഗൈസ്. ഓക്കെ, ഇത് കാണുമ്പോൾ ചെയ്യാം ഗൈസ്. ഈ ഡെയിലി ചലഞ്ചിൽ എന്തൊക്കെയോ കിട്ടുന്നത്, എന്താ ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു മാച്ച് കളിക്കാം. നെതർലാൻഡ്സ് ഇന്ത്യക്ക് വേണം. ഇതേതാ സ്പെയിൻ്റെ കളിക്കാം ഗൈസ്. ഓക്കെ, ഫസ്റ്റത്തെ കളിയാണ്. എൻ്റേത് 115 OVR, അവൻ്റേത് 105 OVR. ഫസ്റ്റ് ഹാഫ് 30 മിനിറ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യണേ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനത്തെ ഫസ്റ്റത്തെ മാച്ചാണ് ഈ വീഡിയോയിലത്തെ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇത്ര ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല, ഇനിയും ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, എന്നാലും ഉണ്ടാകും ഗൈസ്. അത് പറയാം, 4 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിലൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഡെയിലി ഉണ്ടാകും ഗൈസ്, പറയാൻ പറ്റത്തില്ല. ഇതാണ് ഗൈസ് എൻ്റെ ടീം, എല്ലാവരും കണ്ടോ. ഇനി അവരുടെ ടീം ഷിൻഡോളിയലമിനിയമാൽ. ഇത് സീന് ഗൈസ്, ഇതിൽ ഞാൻ തോറ്റ് ഉറപ്പാണ് ഗൈസ്, കാരണം അവരുടെ ടീം സീനാ, പക്ഷെ എൻ്റെ ടീം സീനാ ഗൈസ്. ഓക്കെ പോസ്റ്റിലേക്ക് എത്തി. ലെറ്റ്സ് ഗോ റൊണാൾഡോ. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഗോൾ ഡാനിയൽ ബോണ്ടെ. ഇതാണ് ഗൈസ് ഫസ്റ്റ് ഗോൾ. സ്പെയിനൊക്കെ ഞാൻ സിമ്പിൾ നോക്കുന്നു ഗൈസ്. ഞാൻ ഇതിൽ കണ്ട ഗൈസ്, ഇതില്ലേ ഇത്ര സിമ്പിളൊന്നുമല്ല ഗൈസ്, നല്ല പാടായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത്ര നല്ല പ്ലെയറും കിട്ടി, കുറേ സെറ്റ് ലെവലൊക്കെ കുറേ ആയതുകൊണ്ടാണ് ഗൈസ് എനിക്കിത്ര സിമ്പിൾ. ഇല്ലെങ്കിൽ സ്പെയിൻ കുറച്ച് പാടായിരുന്നു. അവൻ കൊണ്ടിരുന്നു റഷ് ഷെഡാവിട്ടു. സീനില്ല ഗൈസ്, നമുക്ക് കംബാക്ക് അടിക്കാം. കംബാക്ക് ഫസ്റ്റ് ഹാഫ് ഏകദേശം ആവാനായി. അയ്യോ, പെട്ട് റോഡ്രി. ഓക്കെ, നിക്കോ വില്യംസ്. എടാ ഗോളാ. ഓ, ജസ്റ്റിനോട് എന്താ വിസിലിച്ചോ? ഓഫ് സൈഡാ. ഓഫ് സൈഡ്. ഷെടാ, ഹാഫ് ടൈമായി ഇത്ര വേഗം. സീനില്ല. ഇതെന്താ, ഞാൻ ജയിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ ഗൈസ്. ഇതിലത്തെ സൗണ്ട് ഇത് കുറക്കാൻ പറ്റുമോ നോക്കട്ടായിട്ടില്ല. ഓക്കെ, സിമ്പിൾ. എടാ അത് പറ്റിയില്ല. എടാ വില്യംസ്. എടാ കിട്ടി. ഓക്കെ പതുക്കെ കളിച്ചാൽ മതി ഗൈസ്, തിരക്കൊന്നുമില്ല. നല്ല ക്ഷമയിൽ കളിച്ചാൽ മതി. എടാ അളിയാ ഗോള് 4-2 ഗൈസ്. എടാ ഇത് സീനാണ്. റൊണാൾഡോൻ്റെ സ്പ്രിൻറ്റ്. ഓ മൈ ഗോഡ്, റൊണാൾഡോ, you can do it. എന്താളിയ സീൻ ഷോട്ടായിരുന്നു, ബട്ട് പറ്റിയില്ല ഗോൾഡൻ. റോബ്ലോക്സിൻ്റെ ഗെയിം പ്ലേ ഒക്കെ കുറേ കേസ് ഇട്ടിട്ട് എന്തായാലും നാളെ നോക്കാം ഗൈസ് റോബ്ലോക്സിൻ്റെ ഇടാൻ. പിന്നെ സ്റ്റീൽ പറഞ്ഞിട്ടുള്ള കുറേ അപ്ഡേറ്റ് ഒക്കെ മിസ്സായി ഗൈസ്. അതിലിപ്പോൾ പുതിയ എന്തൊക്കെയോ വരുന്നുണ്ട്, മ്യൂട്ടേഷനൊക്കെ വന്നിരുന്ന തോന്നുന്നത്. അളിയ 5 ഗോൾ അളിതാവ ജയിച്ച്. എടാ ഇതിത്ര സീനായിരുന്നു. ഞാൻ സിമ്പിളിൽ പൊട്ടിക്കായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ഒരു സിമ്പിളായിരുന്നു ഗൈസ്. ഇപ്പോൾ റൊണാൾഡോൻ്റെ നല്ലൊരു ഷോട്ടായിരുന്നു അത്, പക്ഷേ ക്രോസ് ബാർ ചതിച്ചു ഗൈസ്. റോഡ്രി, ലാമിൻ യമാൽ. എടാ എന്ത് സീനടി ഇവർ. അളിയാ ഗുഡ് GK ഗുഡ്. ഓക്കെ ഷോട്ട്. എടാ ബോൾ എനിക്ക് കിട്ടിയാലേ കളിക്കാൻ പറ്റത്തുള്ളൂ.
ഇത് ഇവന്മാർ എടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് വീണ്ടും കളിച്ച് ഞാൻ ജയിക്കും കഴിച്ചത്. നിങ്ങൾ കണ്ടോ എടാ? ഇത് അപ്പം മറുഷ്ക ബോള് തന്നാലല്ലേ ഇത് എനിക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ആദ്യത്തെ ഹാഫിൽ ഞാൻ വിചാരിച്ചത് സിമ്പിളായിരിക്കുമെന്ന്. കാരണം ആദ്യത്തെ ഹാഫിൽ നമുക്ക് വേറെ അങ്ങനെ കളിച്ചില്ലായിരുന്നു ഗൈസ്. ഇതിപ്പോൾ പണി കിട്ടി. ഓ ഓ ഓ മൈ ഗോഡ്, ഗോൾ. അടാ പോടാ പോയി. പോർച്ചുഗലിനെ തോപ്പിച്ചു. ഒരു ഗോളെങ്കിലും. ഓക്കെ, എംബാപ്പെ, റൊണാൾഡോ, ഓ എടാ അത് ഷെഡോ എംബാപ്പെ തേങ്ങ. കില്ലിയൻ എംബാപ്പെ. ഇത് ഞാൻ ജയിച്ചിട്ടേ പോകത്തുള്ളൂ ഗൈസ്, ജയിച്ചിട്ടേ പോകത്തുള്ളൂ. തോൽവി എനിക്കൊരു സീനില്ല ഗൈസ്. ഫൈൽ അഗൈൻ ട്രൈ അഗൈൻ എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും പരിശ്രമിക്കും ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ബ്രോ. റെക്കോർഡ് ഓഫായ പണി കിട്ടും, അതുകൊണ്ട് റെക്കോർഡ് ഓഫ് ആവല്ലേ. ഓക്കെ, എഗൈൻ ഗൈസ്, എഗൈൻ ഗൈസ്. അങ്ങനെ ഹാഫ് ടൈം കഴിയുമ്പോഴേക്ക് സ്കോർ 3-2 ആണ് ഗൈസ്, 3-2. ആദ്യം ഡാനിയൽ ഒരു ഗോൾ ഇട്ടു എൻ്റെ ടീമിൽ, പിന്നെ അവറിൽ ഒരു ഗോൾ ഇട്ടു ഗൈസ്. മുപ്പത്തെ സെയിം ഇതിൽ പോകണേ ഗൈസ്, മുപ്പത്തെ ഇതേപോലെയാണ് സംഭവിച്ചത്. ഓ ഓ ശേ. ഓക്കെ ഓക്കെ, റൂബൻ നെവസ്, എംബാപ്പെ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇതിലെ അങ്ങനെ വിട്ടു കൊടുക്കത്തില്ല ഗൈസ്, വിട്ടു കൊടുക്കത്തില്ല ഗൈസ്. ലാമിൻ യമാൽ സ്കോർ ചെയ്തു ഗൈസ്, ലാമിൻ യമാൽ സ്കോർ ചെയ്തു ഗൈസ്. നിങ്ങൾ ടൈം ലൈൻ കണ്ടോ വേണമെങ്കിൽ. ഹോടാ പറ്റണില്ല ഗൈസ്. ഒരു ഗോൾ പോലും എനിക്ക് വീണ്ടും ഇടാൻ പറ്റില്ല ഗൈസ്. അവർ ഒന്നിനൊന്നും വെച്ചാൽ പറയില്ല അതേപോലെ ഗൈസ്. ഞാൻ വന്നിട്ട് അവരൊന്നിടും, ഞാൻ വന്നിട്ട് അവരൊന്നിട്ട്, അവരൊന്നിട്ട് ഞാനിടും. അങ്ങോട്ട് നല്ല കളിയാണ്, പക്ഷെ 3-4 ഒരു ഗോളും കൂടി അവരിട്ട് ഒരു ഗോൾ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ഗോളും കൂടി ഇട്ടാൽ മതിയായിരുന്നു എന്നാണ്. ശരാ ഇത് സീനാവില്ല ഇപ്പോൾ. ഇനി എന്ത് ചെയ്യും മല്ലയ്യ. ഒരു ഗോളും കൂടി. വൺ മോർ. എടാ പോയി ജീക്കറഷ്. ആകുള്ള വിഷയം തന്നെയാണ് ഗൈസ്. എന്ത് വഴിയാ ഞങ്ങൾക്ക് ഈ സ്പെയിന് ശരിയാകത്തില്ല ഗൈസ്. വേറെ ടീമിൽ കളിക്കാം ഗൈസ്. സത്യം പറയാലോ, സ്പെയിൻ എനിക്ക് വിട്ട് തരുന്നേ ഇല്ല ഗൈസ്. ഇട്ടിരുന്നില്ല അല്ല, ആക്ച്വലി ഇതൊരു കട്ട ടീമാണ്. സ്റ്റെക്കാവല്ലേ. ഞാൻ പറഞ്ഞത് കട്ടല്ല. ആദ്യത്തെ ആ ഫസ്റ്റ് കളി ഞാൻ വിചാരിച്ചു, ഇത് ഫസ്റ്റ് ഹാഫിൽ ഞാൻ വിചാരിച്ചു ആദ്യത്തെ കളിയിൽ ഇത് സിമ്പിൾ എന്തും ഇല്ലാന്ന്. പിന്നെ ഇതും തോറ്റു. ബയ്യ എനിക്കായിരുന്നു ഗൈസ്, ഇത്ര സിമ്പിളില്ല. നമുക്ക് നെതർലാൻഡ്സിൻ്റെ കളിച്ച് നോക്കാം ഗൈസ്. ഏതിലും ഒന്നിലും ജയിക്കണം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ മറ്റേ നെതർലാൻഡ്സ് പറഞ്ഞ് വീണ്ടും സ്പെയിൻ എടുത്തു ഗൈസ്. പക്ഷെ എന്താ ഒരു തേങ്ങ. എനിക്ക് തോന്നുന്നത് ഇത് എനിക്ക് കിട്ടിയ അവസരം എന്നാ. അതുകൊണ്ട് ഇന്ത്യ ഒന്ന് മുഴുവൻ തീർക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ ഗൈസ് എന്തായിരുന്നു ഗൈസ്. അങ്ങനെ ഈ കളിയിലും തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗൈസ്. ഇവർ 3 ഗോൾ ഇട്ട് ഇപ്പം നാലാമത്തെ ഗോൾ. ഓ മൈ ഗോഡ്. എടാ ഇത് സ്റ്റക്കാകണം ഗൈസ്.
ഓക്കെ, ലാസ്റ്റത്തെ മിനിറ്റ് ഗൈസ്. ഇട്ട ഇട്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഓ ഓട്ടോ റൊണാൾഡോയുടെ ഒരു കിടിലൻ ചാൻസ് ആയിരുന്നു ഗൈസ്. പക്ഷേ സക്സസ്ഫുള്ളി തന്നെ തോറ്റിരിക്കുകയാണ്. എന്താ ചെയ്യുക? നെതർലാൻഡ്സിൻ്റെ ഒക്കെ പറ്റും നോക്കാം ഗൈസ്. എൻ്റെ റെക്കോർഡ് പകുതി ഓഫായി. എന്താ പറയുക, നെതർലാൻഡ്സിൻ്റെ ഒക്കെ കളിച്ചായിരുന്നു. എന്നിട്ട് 4-1 അല്ല 4-1 തോറ്റത്. എന്താ അല്ലേ? ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടീമിൻ്റെ ഒക്കെ മാച്ച് വെക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഈ നെതർലാൻഡ്സും സ്പെയിനും സീന, വെറും സീന ഗൈസ്. എന്നെ പറഞ്ഞ് വിട്ടൊന്നും കൊടുക്കത്തില്ലേ ഞാൻ അല്ലേ? പിന്നെ മറക്കണ്ട, 2K സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഗിവ് അവേ ഉണ്ട്. ലഗ്രാൻഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വലുതായിരിക്കും ഞാൻ ഗിവ് അവേ ചെയ്യണേ. റോബ്ലോക്സിലാണ്. യുഎസ്എയും നെതർലാൻഡ്സ് പിന്നെ വേറെ ഏതാ, കൊറേഷ്യ വേണ്ട ഗൈസ്. ഫസ്റ്റ് നമുക്ക് യുഎസിൻ്റെ കൂടെ കളിച്ച് നോക്കാം. 100 OVR. ഇതിലെന്തും പറയാൻ പറ്റില്ല ഗൈസ്. കാരണം അവർ എത്ര OVR ആയാലും അവരുടെ കളി അതാ ഗൈസ് സീന്, അതാണ് സീന്. പിന്നെ നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ടീം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. പിന്നെ ബ്ലോക്സ് ഫുട്ടിൻ്റെ ഒക്കെ സെക്കൻഡ് സീക്രറ്റ് വീഡിയോ കിട്ടായിരുന്നു, ഒക്കെ ചെക്കൗട്ട് ചെയ്യൂ. ഓക്കെ, കളി തുടങ്ങി ഗൈസ്. അവർ നോക്കട്ടെ. ഇത് പറയാൻ പറ്റത്തില്ല ഗൈസ്. ചിലപ്പോൾ അവർ വിൻ ചെയ്യും. ഓ, എനിക്കൊരു സ്കോറുണ്ടോ? ഓക്കെ, അത് കൊള്ളാം. ഇത് സീനില്ല എന്നാ തോന്നണ ഗൈസ്. അവരെ അത്ര വലിയ കളിയൊന്നുമില്ല. ഓക്കെ, ഇത് സീനില്ല ഗൈസ്. രണ്ടാമത്തെ ഗോൾ എംബാപ്പി. ഓക്കെ, ഇത് സീനില്ല ഗൈസ്. അപ്പോൾ അവിടെടാ എന്താ ഇതിൻ്റെ ക്രാഷ് ആവും. ഇത് മുഴുവല്ലേ ആകുമല്ലോ ഇത്. പോയി ഗൈസ്. അവർ തിരിച്ചടിച്ചു ഗൈസ്. അവർ ഗോൾട്ട് ആക്ച്വലി എന്താല്ലേ. അവർ രണ്ടാമത്തെ ഗോൾഡ് കൊണ്ടുപോവാണ്. രണ്ടാമത്തെ ഗോൾ. ഓ മൈ ഗാഡ് ഗൈസ്, അവരുടെ കംബാക്കാണ് കണ്ടത്. കംബാക്ക്. ഞാൻ ഗോൾ ടീമൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഗോൾ ടീമൊക്കെ കാണിച്ചു തരാം. ഇതൊരു വഴിക്ക് പോകത്തില്ല. അവർ മൂന്നാമത്തെ ഗോൾ അടിച്ചിടാ. ഞാൻ അത്ര നൂബാണോ? എന്താ ഇത് ഗൈസ്? അങ്ങനെ ഈ കളിയും സക്സസ്ഫുള്ളി തൊറ്റിരിക്കുകയാണ് യെസ്. അവർ 4 ഗോൾ അടിച്ചു. ഇന്നത്തെ വീഡിയോ ഒരു മാച്ച് പോലും എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. നാളെ ഞാൻ ഒരു പ്രോ ആയി വരും ഗൈസ്. യെസ് ഗൈസ്, നാളത്തെ എപ്പിസോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കളി സക്സസ്ഫുള്ളി തന്നെ തോറ്റിരിക്കുകയാണ് ഗൈസ്. ആക്ച്വലി എൻ്റെ നല്ല പ്ലെയറാണ്. ഇത് പ്രശ്നം എനിക്ക് കൺട്രോളൊന്നും എനിക്ക് നേരെ മനസ്സിലാക്കിയ വന്നു. എന്നാലും എനിക്ക് ഒരു ഇത് കിട്ടുന്നില്ല ഗൈസ്, കളിക്കേണ്ട ഒരു ഇത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. കുറച്ച് ലോങ് ആയി, അതുകൊണ്ടായി ഇവിടെ നിർത്തുന്നത്. ഇല്ലെങ്കിൽ ഒരു മാച്ച് കൂടി കളിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ.